ഒരു രാത്രി ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ ഗ്രാമവാസികളും അപ്രത്യക്ഷരാകുന്നു. അതുവരെ മനുഷ്യരാലും മൃഗങ്ങളാലും നിറഞ്ഞിരുന്ന ഒരു ഗ്രാമം ഒരൊറ്റ രാത്രി കൊണ്ട് കേവലം ഒരു ശ്മശാന ഭൂമിയായി മാറുകയാണ്. പിന്നീട് ഇന്നേ വരെ ആ ഒരു ഗ്രാമത്തിൽ ഒരാള് പോലും താമസിച്ചിട്ടില്ല. ചരിത്രങ്ങളിൽ ഇന്നും വലിയൊരു നിഗൂഢതയായി തുടരുന്ന 18ാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിലെ കുൽദാര എന്ന ഗ്രാമത്തിൽ സംഭവിച്ച കഥയാണിത്. ഞാൻ ക്ഷണിക്കുന്നത് കുൽദാരയുടെ നിഗൂഢതകളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ഒരു രാത്രിയിൽ കുൽദാര എന്ന ഗ്രാമത്തിലെ മുഴുവൻ ഗ്രാമവാസികളും അപ്രത്യക്ഷരാവുകയാണ്. യുവാക്കൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ തുടങ്ങി വീട്ടിലെ വളർത്തുമൃഗങ്ങൾ പോലും ഒരൊറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകുന്നു. കഴിക്കാൻ വിളമ്പിയ ഭക്ഷണ സാധനങ്ങൾ പോലും ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു നിമിഷത്തിനുള്ളിൽ എന്താണ് ആ ഒരു ഗ്രാമത്തിന് സംഭവിച്ചത്? കുൽദാര എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ജയ്സൽമീറിന് സമീപമായിട്ടാണ്. ഇത് ഏകദേശം 1200 വർഷങ്ങൾക്ക് മുൻപ് പണി കഴിച്ച ഒരു സമൃദ്ധമായ നഗരമായിരുന്നു. പാലി ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന ഒരു സമുദായം ആളുകളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. കൃഷി, ധനസമ്പത്ത്, പങ്കാളികൾ തുടങ്ങി എല്ലാവിധ സമൃദ്ധിയും കൊണ്ട് ആ ഗ്രാമത്തിലെ ആളുകൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു പോന്നു. എന്നാൽ 1825 ഒരു രാത്രി കുൽദാരയുടെ അവസാന രാത്രിയായിരുന്നു. ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അപ്രത്യക്ഷരാവുകയാണ്. ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ക്ഷേത്രങ്ങളും വീടുകളും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ്. എന്തായിരിക്കാം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിനെപ്പറ്റി പ്രശസ്തമായ ഒരു കഥയുണ്ട്. ജയ്സൽമീറിലെ ദുഷ്ടനായ പ്രദേശാധിപനായിരുന്ന സലീം സിംഗ് കുൽദാര ഗ്രാമത്തിലെ ഒരു യുവതിയെ കാണുകയും അവളെ വിവാഹം കഴിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇത് നിരസിച്ചാൽ ഗ്രാമം മുഴുവൻ പൂർണ്ണമായി നശിപ്പിക്കുമെന്നായിരുന്നു സലീം സിംഗിന്റെ ഭീഷണി. എന്നാൽ ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ ചേർന്ന് ഇതിനെതിരായി ഒരു തീരുമാനമെടുക്കുകയാണ്. ഒരു വിധത്തിലുള്ള ഭീഷണിക്കും തങ്ങൾ കീഴ്പ്പെടില്ല എന്ന്. ഇതിനാൽ തന്നെ ഗ്രാമവാസികൾ മുഴുവൻ ചേർന്ന് കുൽദാര എന്ന ഗ്രാമം വിട്ട് പുതിയൊരു വീതിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കുൽദാര എന്ന ഗ്രാമത്തിനെ ശപിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇനി ഇവിടെ ഒരാൾ പോലും താമസിക്കാൻ വരില്ല എന്ന്. ആ ശാപം ഇന്നും നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. ഇന്നത്തെ കുൽദാര ഗ്രാമം കാണുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നമുക്ക് വായിച്ചെടുക്കാനാവും. ഒഴിയപ്പെട്ട് കിടക്കുന്ന വീടുകൾ, ക്ഷേത്രങ്ങൾ, മറഞ്ഞുപോയ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ, അങ്ങനെ എല്ലാം. ഒരിക്കൽ പാരാനോർമൽ അന്വേഷകർ ഒരു രാത്രി ആ ഒരു ഗ്രാമത്തിൽ ചിലവഴിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ അവർ നേരിട്ട അനുഭവങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അന്യശബ്ദങ്ങൾ കേൾക്കുകയും ആരോ ഉച്ചത്തിൽ ചിരിക്കുന്നതായും തങ്ങളുടെ ദേഹത്ത് ഭാരമുള്ള എന്തോ ഒരു വസ്തു ഇരിക്കുന്നതായും അവർക്ക് അനുഭവപ്പെട്ടു. ഇതിനുശേഷം പ്രശസ്ത ദൃശ്യപരിശോധകനായിട്ടുള്ള ഗൗരവ് തിവാരി കുൽദാരയെ ഇന്ത്യയിലെ ടോപ്പ് 10 ഹോണ്ടഡ് പ്ലേസിന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ കഥകൾക്കപ്പുറം എന്തായിരിക്കാം ആ ഒരു ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? ചില ചരിത്രകാരന്മാർ പറയുന്നത് ജലക്ഷാമം, ഭീകരമായ നികുതി, സമുദായ കുടിമാറ്റം തുടങ്ങിയ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ എല്ലാവരും ഗ്രാമം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും എന്നാണ്. എന്നാൽ 83 ഗ്രാമങ്ങൾ ചേരുന്ന കുൽദാര എന്ന സ്ഥലം ഒരൊറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിക്കപ്പെടുമോ? ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ഇന്നേ വരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് കേവലം ഒരു മുത്തശ്ശി കഥയല്ല. ഇന്ത്യയിലെ കുൽദാര എന്ന ഗ്രാമത്തിൽ സംഭവിച്ച ഭീതിപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ്. സോ കുൽദാര ഒരു ശപിക്കപ്പെട്ട ഗ്രാമമാണോ? എങ്ങോട്ടായിരിക്കാം ആ ഒരു ഗ്രാമത്തിലെ ആളുകൾ പോയിട്ടുണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So see you on the next chapter. Until then, it's me, Justwin from Secret Book, signing off.